ചെങ്ങൈമാരെ, ഈ വീഡിയോയിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടന്നേട്ടാ. എൻ്റെ സംസാരമല്ല, ഈ അമ്മൻ്റെ ഓരോരോ വാക്കുകളും കേൾക്കുമ്പോൾ ഇല്ലേ, നമ്മൾ ഇങ്ങനെ രോമം എണിച്ചു പോകുന്നു. അങ്ങനെയുള്ള വാക്കുകളാണ് ഈ അമ്മ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. നമ്മളെ ഫാമിലി ആയിട്ടും മറ്റുള്ളവരായിട്ടും നമ്മൾ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. പക്ഷെ ചില ഹോട്ടലുകളിൽ എത്തിയിട്ടാകുമ്പോൾ അവിടുത്തെ ജോലിക്കാരില്ലേ, അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയ ഒരു സ്വഭാവം മുഖലക്ഷണങ്ങളെല്ലാം എടുത്തിട്ട് എന്നിട്ട് അങ്ങനെയാണ് നമുക്ക് കണ്ടുവരാറുള്ളത്. ചില ഹോട്ടലുകളിൽ മാത്രമായിട്ടാ. അത് എന്തുകൊണ്ടാണ്? എനിക്കൊരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. നമ്മൾ അവരുടെ അടുത്ത് നല്ലൊരു സന്തോഷത്തോടും നമ്മളെ ഫാമിലി ആയിട്ട് നല്ലൊരു ഭക്ഷണം ഒരു വൈബ് അടിക്കാനും വേണ്ടിയിട്ട് പോയിട്ട് നമുക്ക് അവിടെയുള്ള ജോലിക്കാർ ചില ആളുകൾ ഞാൻ എടുത്ത് പറയാട്ടെ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നുണ്ട്. ചില ആളുകൾ നമ്മൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് എന്തോ അവരുടെ അടുത്ത് കഴിക്കാൻ പോകുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഒരു സ്വഭാവം എന്താണുള്ളത്, അതുണ്ട് ഇതുണ്ട്. ആ ഒരു സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു സംസാരം അവരുടെ അടുത്ത് ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ആ ഹോട്ടൽ നമ്മൾ വീണ്ടും പോവും. അവരായിട്ടുള്ള ബന്ധങ്ങൾ നിലനിൽക്കും. പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം കേട്ടോ. ഈ അമ്മയുടെ ആ വാക്കുകൾ, അവരാ പറയുന്ന വാക്കുകൾ, നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് തന്നെ ഇല്ല, നമ്മുടെ മനസ്സും വയറും നിറഞ്ഞു പോവും. അങ്ങനെയുള്ള ഓരോരു സംസാരമാണ് അമ്മൻ്റെ. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ചില വെയിറ്റർ, അങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന വെയിറ്റർമാരുടെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിച്ച് കൊടുക്കണം. നിങ്ങൾ കാണട്ടെ ഈ വീഡിയോ ഫുള്ളായിട്ട്. നന്നായി കഴിക്കേട്ടാ, ഉപ്പുണ്ടെന്നൊക്കെ നോക്കട്ടെ, നടത്തി ഉണ്ണേട്ടാ. മതി പറയില്ല നമുക്കളെ, മതിയേ, കുറച്ചും കൂടി ആയിക്കോട്ടെ. നന്നായിട്ട് കഴിക്കാം. നീ എന്താ വേണ്ടേ? കൈയെടുക്കുമേ. കാൽസ്യമാണ്.